ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിലെ തന്നെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബും ആഗോള ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബുമായ വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് സീപോർട്ട് ട്രിവാൻഡ്രമാണ്. നമ്മുടെ പോർട്ടിന്റെ രണ്ടാം ഘട്ട വർക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഒഫീഷ്യൽ ഇനാഗുറേഷൻ ഉടൻ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ പോർട്ടിലെ ഏറ്റവും വലിയ വർക്കായ നമ്മളെ കാണുന്ന ബർത്ത്, ബ്രേക്ക് വാട്ടർ, യാർഡ് എക്സ്റ്റൻഷൻ, ഈ 3 വർക്കിൻ്റെയും കറക്റ്റ് സ്റ്റാറ്റസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് പോകാം ഡീറ്റെയിൽ വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, നമ്മുടെ പോർട്ടിലെ ഏറ്റവും വലിയ വർക്കുകൾ, വളരെ വേഗം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന 3 വർക്കുകൾ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളീ കാണുന്ന പോലെ ബർത്ത്, ബ്രേക്ക് വാട്ടർ, യാർഡ് എക്സ്റ്റൻഷനാണ്. അതിൽ ഏറ്റവും വലിയ വർക്ക് എന്ന് പറയുന്നത് ബ്രേക്ക് വാട്ടർ തന്നെയാണ്. നമുക്കിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് യാർഡ് എക്സ്റ്റൻഷൻ്റെ ഭാഗമാണ്. കാരണം നമുക്ക് വളരെ അടുത്തായി കാണാൻ പറ്റുന്നത് യാർഡ് എക്സ്റ്റൻഷൻ തന്നെയാണ്. നമുക്ക് എല്ലാ വർക്കുകളും വളരെ വ്യക്തമായിട്ടും 4K റെസൊല്യൂഷൻ തന്നെ തീർച്ചയായിട്ടും കാണാനായി സാധിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ഹെവി എക്സ്കവേറ്റർ ഇവിടുന്ന് സ്റ്റോൺ മാറ്റുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണാനായി സാധിക്കും. വളരെ കൂടുതൽ സ്റ്റോണാണ് ഇവിടെ എല്ലാം ഡംപ് ചെയ്തിട്ടുള്ളത്. ലെവൽ ചെയ്യുന്ന ജോലികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാനായി സാധിക്കും. നമ്മുടെ പോർട്ടിലേക്ക് ധാരാളം ലോറികളാണ് സ്റ്റോണുമായി ദിനം പ്രതി എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പറയാൻ സാധിക്കുമെങ്കിൽ 100 കണക്കിന് ലോഡാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കിപ്പോൾ നടക്കുന്ന വർക്കുകൾ യാർഡ് എക്സ്റ്റൻഷൻ വർക്കാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. കടലിലേക്ക് എക്സ്റ്റെൻഡ് റോഡ് മാർഗം, റോഡ് പോലെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന വർക്കാണിത്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊട്ട് മുകളിൽ ഒരു ഹെവി സ്റ്റോണ്, നാച്ചുറൽ സ്റ്റോണ് കടലിലേക്ക് തള്ളി നിൽക്കുന്നത് കാണാനും സാധിക്കും. ഇതിൻ്റെ ബ്രേക്കിംഗ്, അതായത് ഇത് ബ്രേക്ക് ചെയ്ത് മാറ്റുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. ഇവിടെ ബ്രേക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായി സാധിക്കാത്തതുണ്ട്. ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. പകുതിയോളം പൂർണ്ണമായിട്ട് പോർഷൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് ആ സ്റ്റോണിനെ കാണാനായി സാധിക്കും. എനിക്കൊന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ടും ബ്രേക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ വർക്കിലേക്ക് തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ പുറമേ കാണുന്ന ഈ നാച്ചുറൽ സ്റ്റോൺ പോലെ തന്നെ നമ്മളുടെ കടലിൻ്റെ അടിത്തട്ടിലും സ്റ്റോൺ എന്നാണ് അറിയാനായി സാധിക്കും. അതുകൊണ്ടാണ് നമുക്ക് നാച്ചുറലായിട്ട് തന്നെ 20 മുതൽ 25 മീറ്റർ ആഴമുള്ള നമ്മുടെ കടലിൽ നമ്മുടെ ഈ പറയുന്ന ചെളിയോ മണ്ണോ അടിഞ്ഞു വരാത്തതിന് കാരണം ചുറ്റും നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ്. അപ്പോൾ ഇനി ഡ്രഡ്ജ് ചെയ്യുന്നത് സ്റ്റോണാണ് ഡ്രഡ്ജ് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ ലൈഫ് ലോങ് ആയിട്ട് നമുക്ക്, അല്ലെങ്കിൽ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഡീപ്പ് വാട്ടർ പോർട്ട് എന്ന് പറയുന്നതിൽ വ്യക്തമായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് ഈ സ്റ്റോൺ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതിനാൽ നമുക്ക് ചെളിയും മണ്ണൊന്നും അടിഞ്ഞു വരില്ല. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യാർഡ് എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ട് ഒരു എക്സ്റ്റൻഷൻ പോർഷൻ കടലിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. എത്ര മീറ്റർ ഉണ്ട് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും സാറ്റലൈറ്റ് വ്യൂ ആയ സെൻട്രൽ ഹബ്ബിൽ നിന്നും നമുക്ക് തീർച്ചയായിട്ടും മെഷർമെൻ്റ് അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എത്ര മീറ്ററാണ് കടലിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത് മനസ്സിലാക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു വീതി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 30 മീറ്ററെങ്കിലും കാണാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ മെഷർമെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. സെൻറ്ററിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു 10 മീറ്ററും സൈഡിലൂടെ ഒരു 10 മീറ്റർ, അങ്ങനെ ഒരു 30 മീറ്ററോളം വീതിയുമുണ്ട്. ഇത്രത്തോളമാണ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വീഡിയോ രൂപത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. മെഷർമെൻറ്റ് വരുമ്പോൾ മാത്രമാണ് എത്ര മീറ്ററാണ് ഈ വരും ദിവസങ്ങളിൽ. കാരണം നമ്മൾ ഒരു 2 ആഴ്ചയോളമായി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്, അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ എത്രത്തോളം വർക്ക് നടന്ന് മെഷർമെൻറ്റിൽ വ്യക്തമായിട്ട് മനസ്സിലാവും. പക്ഷേ നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും ഞാൻ സൂം ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാൻ സാധിക്കും കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നിന്നുള്ള വ്യത്യാസം തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് നമ്മുടെ പോർട്ടിൻ്റെ വർക്ക് എത്രത്തോളമായെന്ന് കാണാൻ സാധിക്കും കേട്ടോ. ഇത്രത്തോളം കടലിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടുണ്ട്. ഡേ നൈറ്റാണ് നമ്മുടെ പോർട്ടിൻ്റെ വർക്കുകളെല്ലാം നടക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്രത്തോളം കടലിലേക്ക് പോയിട്ടുണ്ട്. അതിനുശേഷം ഈ പറയുന്ന സെൻട്രൽ ഡ്രഡ്ജ് ചെയ്യുന്ന മണ്ണ് ഉപയോഗിച്ചാണ് ഓരോ പോർഷനും നികത്തി വരുന്നത്. അത് നമ്മൾ ഫസ്റ്റ് ഫേസിൻ്റെ വർക്ക് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെയാണ് സെക്കൻഡ് ഫേസിൻ്റെ വർക്കുകൾ നടക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാവുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പോർട്ടിലെ ഏറ്റവും വലിയ വർക്ക് നമുക്ക് തീർച്ചയായിട്ടും എടുത്തു പറയാൻ പറ്റുന്ന ബെർത്തിൻ്റെ വർക്കുകളാണ് നമ്മൾ നോക്കുന്നത്. നിലവിൽ നമ്മുടെ ബെർത്തിൻ്റെ നിലവിൽ നീളം 800 മീറ്ററാണ്. അതിൻ്റെ 2028 ആകുമ്പോൾ 1200 മീറ്റർ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് 2000 മീറ്ററിലേക്കാണ് ബെർത്തിൻ്റെ ടോട്ടൽ ലെന്ത് വരിക. അതിനാവശ്യമായിട്ടുള്ള
ഹെവി മെഷീൻസ് എത്തി വർക്കുകൾ നടക്കുന്ന കാണാനായി സാധിക്കും. ഇപ്പോൾ ഒരു 4 തൂണ് മുകളിലേക്ക് പോയിട്ടുണ്ട്. അതിന് സ്പഡ് എന്നാണ് പറയുന്നത്. നമ്മൾ ഈ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് ഈ സ്പഡ് ഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സ്പഡ് എന്ന് പറയുന്നതിൽ ഹൈഡ്രോളിക് സ്ക്രൂയിങ് മെഷീൻസ് ഉപയോഗിച്ച് നമ്മുടെ സീ ബെഡിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ 4 തൂണ് ഉറപ്പിച്ചതിന് ശേഷം ആ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തു. ആ പ്ലാറ്റ്ഫോമിലാണ് അല്ലെങ്കിൽ ഒരു ഡെക്ക് പോർഷനിലാണ് നമ്മുടെ ഈ ഹെവി ഹൈഡ്രോളിക് മെഷീൻസ് ഒക്കെ സ്ഥാപിച്ചിട്ടുള്ളത്. അതുപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ബെർത്തിൻ്റെ ലെവൽ എന്നിട്ട് ബെർത്തിൻ്റെ വർക്കുകൾ പൂർണ്ണമായിട്ട് അതിൽ ചെയ്യാനായി സാധിക്കുന്നതാണ്. ആ ഒരു പോർഷനാണ് നമുക്കിപ്പോൾ വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കുന്നത്. നമുക്ക് ആ പറയുന്ന പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഡെക്കിൽ നമുക്ക് ഹെവി മെഷീൻസ് നമുക്ക് കാണാൻ ക്രെയിൻ ഉൾപ്പെടെയുള്ള ഹെവി മെഷീൻസ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും കേട്ടോ. ഇതിൽ തന്നെ 3 or 4 ഹെവി ക്രെയിനുകൾ ഇതിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കാരണം സ്റ്റേബിളാണ്. ഇത് നമ്മുടെ ഹെവി വർക്കുകൾ ഈ സീയുമായിട്ട് തിരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കടലിലുള്ള എല്ലാ വർക്കുകളും ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ വർക്ക് നടക്കുന്നത്. വർക്കിംഗ് സ്റ്റാഫിനെയൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹെവി ഹൈഡ്രോളിക് മെഷീൻസ് ഉൾപ്പെടെ നമുക്ക് ബെർത്തിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്താണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2028 ആകുമ്പോൾ തീർച്ചയായിട്ടും ഇത് 1200 മീറ്ററോട് എക്സ്റ്റെൻഡ് ചെയ്ത് 2000 മീറ്ററിലേക്ക് പോകും. അതോടൊപ്പം തന്നെ ബെർത്തിൻ്റെ എൻഡ് പോർഷനിൽ നമുക്ക് വലിയൊരു ഷിപ്പിനെയും കാണാനായി സാധിക്കും. ഒരു ലാർജ് വെസൽ തന്നെയാണ് നമ്മുടെ മുന്നിൽ കാണാനായി സാധിക്കും. ധാരാളം കണ്ടെയ്നറും കാണാൻ സാധിക്കും. നമ്മുടെ പോർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ പോർട്ടിൽ ഈ പറയുന്ന ലാർജ്, അൾട്രാ ലാർജ് വെസൽ, ഫീഡർ വെസൽ ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള വെസലുകളും നമ്മുടെ പോർട്ടിൽ വന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ആഗോള ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ് എന്ന് നമ്മൾ വളരെ ഉച്ചത്തിൽ വിളിച്ച് പറയുന്നു. പലരും പറയുന്നുണ്ട് വിഴിഞ്ഞം പോർട്ട് എന്ന് പറഞ്ഞാൽ മതി, വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് സീ പോർട്ട് എന്നൊക്കെ പറയണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് സീ പോർട്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അതൊരു വലിച്ചു നീട്ടി പറയലല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുടെയൊക്കെ അതാണ് അതിൻ്റെ പേര്. നമ്മുടെ സാധാ ഒരു പോർട്ടല്ല എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ഉറക്കെ വിളിച്ച് പറയുന്നത്. തീർച്ചയായിട്ടും പണ്ട് ഉറക്കെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോൾ സാധ്യമായിരിക്കുന്നു. ഞാൻ ഈ വർക്ക് തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ നമ്മുടെ പോർട്ടിൽ വന്ന് ബെർത്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പോഴും അന്നും കുറച്ചുപേർ പറഞ്ഞു ഇതൊന്നും സാധ്യമായ കാര്യമല്ല, വളരെ ചെറിയ പോർട്ടിൽ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പഴയ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മനസ്സിലാവും. 1.5 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള വീഡിയോ, അതായത് ഷാങ്ഹായിൽ നിന്നും ഷെൻഹുവ സീരീസിലെ കപ്പലുകൾ ക്രെയിനുമായി വന്നപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും MSC അയർനയിലൂടെ നമുക്ക് സാധ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2028 ആകുമ്പോൾ തന്നെ നമ്മുടെ പോർട്ട് ഫുൾ ഫ്ലെഡ്ജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ പോർട്ടിൻ്റെ വളർച്ച എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള യാർഡ് എക്സ്റ്റൻഷൻ പോർഷൻ, അതായത് 800 മീറ്റർ ബെർത്തിന് പാരലായിട്ടുള്ള യാർഡ് എക്സ്റ്റൻഷൻ പോർഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി നമുക്ക് നമ്മൾ തൊട്ട് മുന്നേ കണ്ട എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് 80 ഹെക്ടർ ലാൻഡാണ്. തീർച്ചയായിട്ടും കടൽ നികത്തി നമുക്ക് 1200 മീറ്റർ ബെർത്തിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആകുമ്പോൾ 80 ഹെക്ടർ ലാൻഡ് കൂടി കടൽ നികത്തിയെടുത്ത് ഇതുപോലെ പാരലായിട്ട് തന്നെ യാർഡ് എക്സ്റ്റൻഷൻ വർക്കുകളും കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ബെർത്തും യാർഡ് എക്സ്റ്റൻഷൻ്റെയും നിലവിലെ വർക്കിംഗ് സ്റ്റാറ്റസ്. നമുക്ക് തീർച്ചയായിട്ടും സെൻട്രൽ ഹബ് ഉപയോഗിച്ച് സാറ്റലൈറ്റ് വ്യൂയിലൂടെ മെഷർമെൻറ്റ് തീർച്ചയായിട്ടും എടുക്കാനായി സാധിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്ത് നമ്മൾ നോക്കാൻ പോകും നമ്മുടെ പോർട്ടിലെ ഏറ്റവും വലിയ വർക്കുകളിലൊന്നായി, അല്ലെ ഏറ്റവും വലിയ വർക്ക് എന്ന് പറയുന്നത്, ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ പോർട്ടിലെ ബ്രേക്ക് വാട്ടർ തന്നെയാണ്. അങ്ങനെ ചലഞ്ചിങ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ആഴക്കടൽ പോർട്ട് ലിസ്റ്റിലെ പോർട്ടാണ് നമ്മുടെ പോർട്ട്. ഏകദേശം 20 മീറ്റർ മുതൽ 25 മീറ്റർ വരെയാണ് നമ്മുടെ പോർട്ടിൻ്റെ പല ഭാഗത്തുമുള്ള ആഴം എന്ന് പറയുന്നത്. ആ ആഴത്തിലാണ് നമ്മുടെ ഈ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ നടക്കുന്നത്. ലക്ഷക്കണക്കിന് 10 നാച്ചുറൽ സ്റ്റോണാണ് നമുക്ക് വേണ്ടി വരിക. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നിർത്തിയിട്ടുള്ളത്, അതായത് ഈ വർക്ക് തുടങ്ങുന്നതിന് മുന്നേ, സെക്കൻഡ് ഫേസിൻ്റെ വർക്ക് തുടങ്ങുന്നതിന് മുന്നേ ഫസ്റ്റ് ഫേസിൽ കംപ്ലീറ്റ് ചെയ്ത് നിർത്തിയത് 2960 മീറ്ററാണ്. ഇനി 1040 മീറ്റർ കൂടി വർക്ക് 2028 കംപ്ലീറ്റ് ചെയ്ത് 4000 മീറ്ററിലേക്കാണ് ഈ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ നീങ്ങുന്നത്. അതായത് നമ്മളെ ബെർത്ത് 2000 മീറ്റർ ആണെങ്കിൽ അതിൻ്റെ 2 ടൈംസ് കൂടി 4000 മീറ്ററിലേക്ക് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ നീങ്ങും. ഏറ്റവും എൻഡ് പോർഷനിൽ ഒരു ഹെവി എക്സ്കവേറ്റർ കാണാൻ സാധിക്കും. അതായത് നമുക്ക് ഈ നാച്ചുറൽ സ്റ്റോൺ 2 രീതിയിലാണ് ഡംപ് ചെയ്യുന്നത്. പലപ്പോഴായിട്ട് പറയുന്നുണ്ട് സ്പ്ലിറ്റ് ബാർജിലൂടെ, മറൈൻ ഡംപിങ്ങിലൂടെയും. നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിൽ 10 മീറ്റർ വീതിയുള്ള റോഡുണ്ട്. ആ റോഡിലൂടെ ലോറികളിലെയും ഡംപിങ് ചെയ്യുന്നത്. 2 രീതിയിൽ ഡേ നൈറ്റ് ആണ് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകളും പുരോഗമിക്കുന്നത്. ഇപ്പോൾ നമുക്ക് സ്റ്റോണുമായി നിൽക്കുന്ന ലോറികളെ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാനായി സാധിക്കും. നമ്മുടെ പോർട്ടിലെ സൈഡിൽ ഈ സ്റ്റോണുകൾ ഡംപ് ചെയ്യുന്നുള്ള യാർഡുണ്ട്. ഞാൻ പലപ്പോഴായിട്ട് യാർഡ് കാണിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് നാച്ചുറൽ സ്റ്റോണാണ് നമുക്ക് സ്റ്റോറിങ്ങിലുള്ളത്.
അപ്പോൾ സദാസമയം ലോറികളിലെ സ്റ്റോൺ എത്തി നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടർ ആവട്ടെ, യാർഡിൻ്റെ പല പോർഷനിലാവട്ടെ, ഈ നമ്മുടെ എടുത്തു പറയുന്ന വർക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്ക് വാട്ടർ, ബർത്ത്, യാർഡ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വളരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന വർക്കുകളാണ്. നമുക്ക് 2028 കൂടി പല പല സ്ഥലത്തും ബിൽഡിംഗ് ഉൾപ്പെടെ പല സ്ട്രക്ചറും നമ്മൾ പണിയുന്നുണ്ട്. ആ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് എളുപ്പം അത് കണ്ടാൽ തിരിച്ചറിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഈ 3 വർക്കുകളുമാണ് ഐഡൻറ്റിക്കലായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന വർക്കുകൾ. അത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഹെവി എക്സ്കവേറ്റർ ഉപയോഗിച്ച് ലോറിയിലെ സ്റ്റോൺ ഡംപ് ചെയ്യുന്നതും കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഹൈറ്റ് എന്ന് പറയുന്നത്, അതായത് ഈ പറയുന്ന ബ്രേക്ക് വാട്ടർ ഹൈറ്റ് ഏകദേശം 8 മീറ്ററാണ്. അതിൻ്റെ ഉള്ളിലെ വീതി എന്ന് പറയുന്നത്, വണ്ടികൾക്ക് പോകാൻ സാധിക്കുന്ന വീതി എന്ന് പറഞ്ഞാൽ 10 മീറ്ററും, ഈ കടൽ ബെഡിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ 125 മീറ്ററാണ് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ വീതി എന്ന് പറയുന്നത്. അപ്പോൾ എത്രത്തോളമാണ് സ്റ്റോൺ നമ്മൾ ഡംപ് ചെയ്ത് വരുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവാനായി സാധിക്കും. വളരെ വലിയൊരു എക്സ്കവേറ്ററാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പലപ്പോഴും ഹെവി വർക്കിന് ഉപയോഗിക്കുന്ന ആ എക്സ്കവേറ്റർ നമ്മുടെ പോർട്ടിൽ സെക്കൻഡ് ഫേസിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുപയോഗിച്ച് വർക്ക് ചെയ്യുന്നു നമുക്കിവിടെ കാണാനായി സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന 2960 മീറ്റർ തീർച്ചയായിട്ടും കോൺക്രീറ്റ് ഇട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായിട്ടും കോൺക്രീറ്റ് ഇട്ട് ഫില്ല് ചെയ്ത് നമ്മൾ ആ പോർഷനിലൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. റിമൈനിങ് പോർഷനിലാണ് ഇപ്പോൾ വർക്കുകളെല്ലാം നടക്കുന്നത്. നമുക്ക് തീർച്ചയായിട്ടും ഹെവി സ്റ്റോൺ ഡംപ് ചെയ്ത് കാണാൻ സാധിക്കും. അതുമാത്രമല്ല ഹെവി എക്സ്കവേറ്റർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നത് വർക്കിംഗ് സ്റ്റാഫിനെയും വളരെ ചെറുതായിട്ട് നമുക്ക് കാണാനായി സാധിക്കും. എന്നാലും വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ കാണാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ഇടുക. വ്യക്തത ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ഇടുക. കാരണം ഇതൊരു ചെറിയൊരു പൊല്യൂഷൻ്റെ പ്രശ്നം ഇവിടെയുണ്ട്. കാരണം ഈ സ്റ്റോണൊക്കെ ഡംപ് ചെയ്യുന്ന തീർച്ചയായിട്ടും അതിനാൽ നമുക്ക് എപ്പോഴും ക്ലാരിറ്റി ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. എന്നാലും മാക്സിമം ക്ലാരിറ്റി ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ നമുക്ക് 2-3 ഹെവി എക്സ്കവേറ്റർ ഒരേ സമയം തന്നെ വർക്ക് ചെയ്യുന്നത് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാനായി സാധിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ഈ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പോർട്ടിൽ ഏറ്റവും വലിയ വർക്ക് ബ്രേക്ക് വാട്ടർ, ബർത്ത്, യാർഡ് എക്സ്റ്റൻഷൻ, ഈ 3 വർക്കുകളും വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുമാത്രമല്ല നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറും ബർത്തും തമ്മിൽ ഇടയ്ക്കൊരു ഡിസ്റ്റൻസ് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. പല ഷിപ്പുകളും നമുക്ക് പറയും പോലെ വളരെ ഈസി ആയിട്ട് നമ്മുടെ പോർട്ടിനകത്തോട്ട് കയറിയിട്ട്, അതായത് ഇത് ഞാൻ പറഞ്ഞതല്ല, ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പായ MSC ഐറണിൻ്റെ ക്യാപ്റ്റൻ നമ്മൾ പലപ്പോഴായിട്ട് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമ്മുടെ പോർട്ടിനകത്ത് പ്രവേശിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രക്ചറാണ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതിനാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പോർട്ടിനകത്ത് പ്രവേശിക്കാനായി സാധിക്കും. ഈ പോർഷനിൽ, അതായത് നമ്മുടെ ബർത്തിൻ്റെയും ബ്രേക്ക് വാട്ടറിൻ്റെ ഇടയിൽ ആ സ്പേസ്, എനിക്ക് തോന്നുന്നു 1 കിലോമീറ്ററിനടുത്ത് സ്പേസ് ഉണ്ട്. 800 മീറ്റർ മുതൽ 900, 1 കിലോമീറ്റർ സ്പേസ് ഉണ്ട്. ഈ സ്പേസിൽ നിന്നിട്ട് കപ്പലുകൾക്ക് വളരെ ഈസി ആയിട്ട് തിരിഞ്ഞ് ബെർത്ത് ചെയ്യാനും സാധിക്കും. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിൽ എത്താൻ പറ്റുന്ന വിധത്തിലാണ് നമ്മുടെ പോർട്ടിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞതല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ MSC ഐറണിൻ്റെ ക്യാപ്റ്റനായിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞാണ്, ഞാനത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. ഇതാണ് നമ്മുടെ ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോർഷൻ്റെ സൂം ഔട്ട് ചെയ്ത പോർഷൻ. അതാകുമ്പോൾ നമുക്ക് വളരെ കുറച്ചുകൂടി വ്യക്തമായിട്ട് എത്രത്തോളം മീറ്റർ നീളമുണ്ട്, അല്ലെങ്കിൽ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനായി സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും സാറ്റലൈറ്റ് വ്യൂ എന്നുള്ള മെഷർമെൻറ്റ് ഉടൻ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എത്ര മീറ്റർ ആണെന്ന് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ വീഡിയോ, നമ്മൾ ഈ പറയുന്ന പോർട്ടിൽ വന്ന വീഡിയോ ഷൂട്ട് ചെയ്ത് വർക്ക് നടക്കുന്ന സ്റ്റാറ്റസ് കാണിക്കുന്നതോടൊപ്പം തന്നെ എത്ര മീറ്ററാണ് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളത് സാറ്റലൈറ്റ് വ്യൂ തന്നെ മനസ്സിലാക്കാനേ സാധിക്കും. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഇത്രയും പോർഷനാണ്, അതായത് ഹെവി എക്സ്കവേറ്റർ മുതൽ എൻഡ് പോർഷൻ വരെ ഈ പോർഷനാണ് ഇപ്പോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. എത്ര മീറ്ററാണെന്നുള്ളത് തീർച്ചയായിട്ടും ഉടൻ തന്നെ വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതാണ് നമ്മുടെ പോർട്ടിൽ നിലവിൽ നടക്കുന്ന വളരെ വേഗം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന 3 വർക്കുകൾ എന്ന് പറയുന്നത്. ധാരാളം വർക്കുകൾ പോർട്ട് റിലേറ്റ് ചെയ്ത് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ 2028 ആകുമ്പോൾ നമ്മുടെ പോർട്ട് ഫുൾ ഫ്ലഡ്ജായി വർക്ക് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ പോർട്ടിൻ്റെ ഫാമിലി ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.